പറയുന്നു, ഓഗസ്റ്റ് 15-ന് ഈ കേരളത്തിൽ എവിടെയൊക്കെ ദേശീയ പതാക ഉയർത്തുന്നു അവിടെയൊക്കെ ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം വന്ദേ മാതരം ആദ്യാവസാനം പാടിയിട്ടില്ല എങ്കിൽ VD സതീശൻ സർക്കാർ വിവരമറിയുമെന്ന് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടി ഇവിടെ. സുഹൃത്തുക്കളെ, ഭീഷണി സുഹൃത്തുക്കളെ, നാളെയാണ് ഓഗസ്റ്റ് 15. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് തന്നെ ഒരു സുന്ദരമായ ഒരു സ്വാതന്ത്ര്യ ദിനം ആശംസിക്കുന്നു. എല്ലാവരും നമ്മൾക്ക് ആ ഒരു സ്വാതന്ത്ര്യ ദിനം നമ്മൾ തീർച്ചയായിട്ടും ആഘോഷിക്കുക തന്നെ വേണം. അഡ്വക്കേറ്റ് സുരേഷ്, ഇദ്ദേഹത്തിൻ്റെ പേരതാണ്, BJP കാരനാണ്. BJPക്ക് വേണ്ടിയിട്ട് ചാനലുകളിൽ വന്നിരുന്നിട്ട് മെഴുകി ഒരു മടിയും കൂടാതെ പത്തോളജിക്കൽ ലൈൻസ് പറയുന്ന ഒരു മനുഷ്യനാണ്. എന്തായാലും VD സതീശ മേനോൻ ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത്, കഴിഞ്ഞ 10 വർഷത്തിലൊരിക്കലും ഇങ്ങനത്തെ ഒരു ഭീഷണി നമ്മുടെ കേരളത്തിൽ മുഴങ്ങിയിട്ടില്ല. ഇപ്പൊ ഭീഷണിപ്പെടുത്താവുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ കേരളത്തിലെ നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ട്. അതായത് ഭീഷണിപ്പെടുത്തിയാൽ ചിലപ്പോൾ പേടിക്കും എന്നൊരു തോന്നലൊക്കെ VD സതീശ മേനോനെ പറ്റിയിട്ട് ഇവർക്ക് ഉണ്ട് എന്നർത്ഥം എന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പേടിപ്പിച്ചാൽ ചിലപ്പോൾ പേടിക്കാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. അല്ലെങ്കിൽ BJPക്ക് അടിമപ്പണി ചെയ്യാൻ സാധ്യതയുണ്ട് കോൺഗ്രസ്സുകാർ എന്നുള്ള ഒരു തോന്നലിന്റെ പുറത്താണ് ഇത്തരത്തിലുള്ള ഭീഷണികളൊക്കെ വരുന്നത്. ശരി, എന്താണ് പറഞ്ഞത്? നമ്മുടെ ഏതായിരുന്നത്? ജനതാ പാർട്ടി പറയുന്നു, ഓഗസ്റ്റ് 15-ന് ഈ കേരളത്തിൽ എവിടെയൊക്കെ ദേശീയ പതാക ഉയർത്തുന്നു അവിടെയൊക്കെ ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതലാം. സത്യം പറയാലോ, അതിൻ്റെ തൊട്ടടുത്ത് സസ്യശ്യാമലാം മാതരം വന്ദേ മാതരം. എനിക്ക് ഇത്രത്തോളം അറിയൂ, ബാക്കിയൊക്കെ നമ്മൾ നോക്കി പാടേണ്ടായിരുന്നു. ശരി, ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സുരേഷ് കുമാറിനോട് അതൊന്ന് കാണാതെ ചൊല്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ബബ്ബ അടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സംഗതി അവിടെ കിടക്കട്ടെ. ഇതൊരു ഭീഷണിയാണ്, നമ്മുടെ കേരള ജനതയോടുള്ള ഭീഷണിയാണ്, കേരളത്തിലെ ഗവൺമെന്റിനുള്ള ഭീഷണിയാണ്, നമ്മുടെ ഗവൺമെന്റിനുള്ള ഭീഷണിയാണ്. അങ്ങനെ പറയണം. കോൺഗ്രസ് ആര് ഭരിക്കട്ടെ, നമ്മുടെ ഗവൺമെന്റാണ്, നമ്മുടെ ഗവൺമെന്റിന് നേരെയുള്ള ഭീഷണിയാണ്. ഈ ഭീഷണിക്ക് വഴങ്ങുമോ VD സതീശ മേനോൻ ഗവൺമെന്റ് എന്നുള്ളതാണ് കാതലായിട്ടുള്ള ചോദ്യം. ഈ ഭീഷണിക്ക് വഴങ്ങുമോ? എല്ലാവരും പറയുന്നു നാളെ അറിയാം എന്ന് തന്നെയാണ് ഞാനും പറയുക. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. വാവ്, കോരിത്തരിപ്പ് ഉണ്ടാക്കുന്ന ഡയലോഗാണെന്ന കാര്യത്തിൽ നോ ഡൗട്ട്. അതൊക്കെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ കണ്ടോ സർക്കാരിന്റെ നയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാവും. ചീഫ് സെക്രട്ടറിയുടെ കത്ത്. യെസ്, അത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ കണ്ടോ സർക്കാരിന്റെ നയം എന്താണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഞങ്ങൾ ഇതിലെ കുറച്ച് വരികൾ മാത്രമേ പാടൂ. അതിന് താഴത്തേക്കുള്ള വരികൾ ഇന്ത്യയിലെ ഹിന്ദു ദേവതകളെ പുകഴ്ത്തുന്ന വരികളാണ്. ആ വരികൾ ഞങ്ങൾ പാടില്ല. കാരണം ഇന്ത്യയിൽ ഹിന്ദുക്കൾ മാത്രമല്ല, മുസ്ലിങ്ങളും പാഴ്സികളും ക്രിസ്ത്യനുകളും ജൈനന്മാരും ബൗദ്ധന്മാരും അങ്ങനെ ഒരുപാട് ജാതി മത വ്യത്യസ്ത ആളുകൾ ഉള്ളതുകൊണ്ട് അതിന് താഴത്തേക്കുള്ള വരികൾ പാടുന്നത് ഏതെങ്കിലും ഒരു രാജ്യം, അത് ഹിന്ദു രാജ്യമാകുമ്പോൾ മാത്രം പാടേണ്ട വരികളാണ്. അതുകൊണ്ട് ആ വരികൾ ഞങ്ങൾ പാടില്ല എന്നാണ് കഴിഞ്ഞ തവണത്തെ പിണറായി വിജയൻ സർക്കാരൊക്കെ പറയുകയും അവരത് ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനി ഇദ്ദേഹം
ഫോളോ ചെയ്യുമോ എന്നത് മാത്രമാണ് നമ്മൾ അറിയേണ്ടത്. ബാക്കി കേൾക്കാം. ചീഫ് സെക്രട്ടറിക്ക് ഡൽഹിയിൽ നിന്ന് അയച്ച കത്ത് ചീഫ് സെക്രട്ടറി LSCD സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തു. പച്ച നുണയാണ്. അത്രയല്ല, ഫോർവേഡ് ചെയ്തു. ചീഫ് സെക്രട്ടറിയുടെ ജോലിയാണ് അത് നുണയാണ് കേട്ടോ. അത് പൊളിഞ്ഞു കഴിഞ്ഞു. ഗവൺമെന്റ് നയമല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അവര് അവിടെ അയച്ച ആർത്തിരംഗയായിട്ട് ബന്ധപ്പെട്ട ആ പരിപാടിയിൽ സ്വാതന്ത്ര്യ ദിനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരാണ് തീരുമാനിക്കുന്നത്. സർക്കാരിന് അതിന്റെ അകത്തൊരു കൃത്യമായ നയമുണ്ട്. UDFന് അത് സംബന്ധിച്ച ഒരു കൃത്യമായ നയമുണ്ട്. അത് നിങ്ങൾ ഓഗസ്റ്റ് 15 അധികം ദിവസമില്ലല്ലോ, അപ്പൊ മനസ്സിലാവും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് സർക്കാരിന് ഇതിനകത്ത് കൃത്യമായ നയമുണ്ട്. അത് ഓഗസ്റ്റ് 15 അത് വളരെ വ്യക്തമാവും സർക്കാരിന്റെ നയം എന്താണ് ഇക്കാര്യത്തിലെന്ന്. യെസ്, ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളെല്ലാം ധരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ എന്താ പറയുക ജനാധിപത്യ ഭരണഘടന അവകാശങ്ങളെ ഇദ്ദേഹം എന്താ പറയുക മുൻതൂക്കം കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ആദ്യത്തെ 3, 4, 5, 6 സ്റ്റാൻസുകൾ, 4 സ്റ്റാൻസ്, 2 സ്റ്റാൻസുകൾക്ക് ശേഷമുള്ള സ്റ്റാൻസുകളൊന്നും നമ്മുടെ ഈ ഗവൺമെന്റ് ചൊല്ലില്ല. കാരണം ഏതെങ്കിലും ഒരു മതം മാത്രമല്ലല്ലോ കേരളത്തിലുള്ളത്, ഒരുപാട് മതങ്ങളില്ലേ, അതും എല്ലാ മത സൗഹാർദ്ദത്തോട് ജീവിക്കുന്ന നാടല്ലേ. അതുകൊണ്ട് ഇദ്ദേഹം ചൊല്ലില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നല്ല കേട്ടോ. നമുക്ക് നാളെ കാത്തിരിക്കാം. നാളെ അദ്ദേഹം ഇത് ആവട്ടെ, എന്താണ് കേരളത്തിൽ സംഭവിക്കുക, സുരേഷ് കുമാറിന്റെ ഭീഷണിക്ക് വഴങ്ങുമോ അതോ പോയി പണി നോക്കടാ എന്ന് ഇദ്ദേഹം പറയുമോ എന്നറിയാം. പിന്നെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. നിയമം പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ആ നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ് നിയമപരമായിട്ട് പറയുന്നത്. പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. അതും നുണയാണ്. മുഴുവൻ പാടണമെന്നല്ല, അതിനെ അവഹേളിക്കരുത് എന്നുള്ളതാണ്. മുഴുവൻ പാടണമെന്ന് നിയമമില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. നമുക്കൊന്ന് പരിശോധിക്കാം കേട്ടോ. നിക്ഷേപിക്കുകയോ അത് ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം തടവ് വരെ കിട്ടുന്ന നിയമമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ സംസ്ഥാന സർക്കാരിനും നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന UDFനും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ചിട്ട് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യും. ആ നിലപാട് മിക്കവാറും BJPക്ക് അടിമപ്പെടലായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഫുള്ളായിട്ട് ഞങ്ങളെ പാടില്ല എന്ന് എന്താണ് ഇവർക്ക് അങ്ങനെ തുറന്നു പറയാനുള്ളൊരു മടി? പിണറായി വിജയനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് ഫുള്ളായിട്ട് പാടില്ല. ഞാൻ വെറുതെ ചുമ്മാ ജെമിനി എടുത്തൊരു സംശയം ചോദിക്കുകയാണ്. വന്ദേ മാതരം മുഴുവനായിട്ട് പാടിയിട്ടില്ല എങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഇപ്പോൾ നിലവിലുണ്ടോ ഇന്ത്യൻ നിയമപ്രകാരം? ചോദിച്ചോക്കാം. ഇന്ത്യൻ നിയമപ്രകാരം വന്ദേ മാതരം മുഴുവനായിട്ട് പാടിയിട്ടില്ലെങ്കിൽ നേരിട്ട് നിയമപരമായ പ്രശ്നങ്ങളോ ശിക്ഷകളോ നിലവിലില്ല. ഇതൊരു ക്രിമിനൽ കുറ്റമല്ല. 1971 ദേശീയ ബഹുമതി അനാദരവ് തടയൽ നിയമപ്രകാരം വന്ദേ മാതരം മുഴുവനായിട്ട് പാടിയില്ലെങ്കിലോ പാടിയില്ലെങ്കിലോ അത് കുറ്റകരമായി കണക്കാക്കില്ല. പുതിയ നിയമ ഭേദഗതിയുടെ പരിധി വന്ദേ മാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമപരീക്ഷ നൽകിക്കൊണ്ടുള്ള പ്രിവെൻഷൻസ് ഓഫ് ഇൻസൾട്ടൻസ് നാഷണൽ ഹോണർ നിയമം നിലവിൽ വന്നിട്ടുണ്ട്. അതനുസരിച്ച് വന്ദേ മാതരം ആലപിക്കുന്നത് മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയോ അതിന് ബോധപൂർവം തടസ്സം സൃഷ്ടിക്കുകയോ ആലാപന വേളയിൽ മനഃപൂർവ്വം അനാദരവ് കാണിക്കുകയോ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം, അത് മുഴുവൻ പാടാതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനെ തടസ്സപ്പെടുത്തുക, അതിനെ ബോധപൂർവം അതിനെ അപമാനിക്കുക എന്നൊക്കെ പറഞ്ഞ പരിപാടി നടക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അനാദരവ് തന്നെയാണ്. ഇനി വ്യക്തിപരമായ ആലപനം, ഔദ്യോഗിക ചടങ്ങുകളും സ്കൂളുകളിലും വന്ദേ മാതരം മുഴുവൻ സ്റ്റാൻസുകളും ആലപിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മാർഗനിർദ്ദേശം ഉള്ളപ്പോഴും വ്യക്തികൾ മുഴുവനായിട്ട് പാടിയില്ല എന്നതിന്റെ പേരിൽ മാത്രം നിയമ നടപടികൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം നിലവിൽ ഇന്ത്യൻ നിയമ വ്യവസ്ഥ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കേ നമുക്ക് ആ ഭീഷണി ഒന്നുകൂടി കേട്ടിട്ട് നമുക്കിത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഭീഷണി എവിടെ? സുരേഷ് കുമാർ ഭീഷണി. ജനതാ പാർട്ടി പറയുന്നു, ഓഗസ്റ്റ് 15 ഈ കേരളത്തിൽ എവിടെയൊക്കെ ദേശീയ പതാക ഉയർത്തുന്നു അവിടെയൊക്കെ ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം വന്ദേ മാതരം ആദ്യാവസാനം പാടിയിട്ടില്ല എങ്കിൽ VD സതീശൻ സർക്കാർ വിവരമറിയുമെന്ന് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടി ഇവിടുത്തെ എന്തല്ലേ ഇതൊക്കെയാണ് ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭീകരമായിട്ടുള്ള ഭീഷണിയാണ്. ബാക്കി കേൾക്കാം. സതീശൻ സർക്കാരിന്, മുസ്ലിം ലീഗിന്റെ സർക്കാരിന്
അന്ത്യശാസനം നൽകുക. മുസ്ലിം ലീഗ് കേരളം ഭരിക്കുന്നു എന്നതിന്റെ പേരിൽ പൊതുസ്ഥലങ്ങളിൽ സായം സന്ധ്യയിൽ ഈ ദിവ്യമാർന്ന നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്ന അന്ത്യശാസനങ്ങൾ കേരളത്തിൽ നിന്നും മുഖരിതമാവുകയാണ്. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോടെ? ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇയാളിങ്ങനെ എടുത്തു പറഞ്ഞിട്ട് എന്തൊരു വർഗീയ നാവുകളല്ലേ ഇവർക്കൊക്കെ ഉള്ളത്. പറയാൻ ഒരു മടിയുമില്ല. ഈ കേരളത്തിന്റെ പാരമ്പര്യത്തെയും രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും മുഴുവൻ അധിക്ഷേപിക്കുകയും എന്റെ പൊന്നു സുഹൃത്തുക്കളെ, കേരളീയ പാരമ്പര്യം നിലവിളക്ക് കൊടുത്തലൊന്നുമില്ല. പണ്ടത്തെ കാലത്ത് നേരം വരെ ഭക്ഷണം പാകം ചെയ്യാൻ തന്നെ വെളിച്ചെണ്ണയും എണ്ണയും കിട്ടിയിരുന്നില്ല. മനസ്സിലാക്കണം, പണ്ടത്തെ നേരം പോലെ അതന്നെ കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ നേരത്തെ കിടന്നുറങ്ങുമായിരുന്നു. കാരണം വിളക്കൊന്നും കത്തിക്കില്ല. പിന്നെ അന്ന് ഒരു തരം മരക്കറൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ആയിരുന്നു ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. എന്നാണ് ഈ വിളക്കും നിലവിളക്കും ഒക്കെ വന്നത് നമ്മുടെ മുമ്പിലേക്കൊക്കെ? ഒന്ന് ആലോചിച്ച് നോക്കി. നേരം പോലെ തലയ്ക്ക് ചിന്തേരിയിട്ട് അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന പ്രദേശമായിട്ടെന്ന് കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞാൽ വന്ദേ മാതരം ഹറാമും അലർജിയുമായിട്ട് മാറിയിരിക്കുന്നവർ പാകിസ്ഥാനികളാണ്. എങ്ങനെയുണ്ട് അവസാനം? ഇപ്പം കേരളത്തിലെ മുസ്ലിങ്ങൾ ഇപ്പൊ പാകിസ്ഥാനികളായി. വന്ദേ മാതരം ഹറാമാണെന്നും വന്ദേ മാതരം ചൊല്ലു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിലത്തെ കുറച്ച് വരികൾ അത് ഹിന്ദു ദൈവങ്ങളെ പ്രകീർത്തിക്കുന്ന വരികളാണ്. അത് ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ശരിയല്ല എന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായം. മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? കേരളം കഴിഞ്ഞാൽ വന്ദേ മാതരത്തെ നിഷേധിക്കുകയും നിഘനിക്കുകയും നശിപ്പിക്കുകയും അതിനെതിരായിട്ട് പ്രതിഷേധിക്കുകയും ചെയ്യുന്നവർ പാകിസ്ഥാനികളാണ്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമുള്ള ഈ രാജ്യത്തിനെതിരായിട്ട് നിൽക്കുന്ന അതിർത്തിയിലെ ശത്രുക്കളുടെ മനോഭാവമുള്ള ആൾക്കാർ സ്വതന്ത്ര ഭാരതത്തിൽ ഐക്യ ഭാരതത്തിൽ കേരളത്തിലും ജീവിച്ചിരിപ്പുണ്ട് എന്നതാണ്. നമ്മളാണ് കുറ്റം പറഞ്ഞിരിക്കുന്നത് സുഹൃത്തുക്കളെ. മലപ്പുറത്തുകാരാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്താണല്ലോ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ളത്. അപ്പം നമ്മളടക്കംപ്പെട്ട ആളുകളുണ്ടല്ലോ, ഞാൻ മുസ്ലിം അല്ല എങ്കിലും നമ്മളടക്കംപ്പെട്ട ആളുകളാണ് ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. മുസ്ലിം ആണെങ്കിൽ അല്ലെങ്കിൽ ഇവന്മാർ കുറ്റം പറയുന്നത് നമ്മളീ മലപ്പുറത്തുകാരാണ്. നമ്മളെല്ലാവരും കൂടി ഇവരുടെ അഭിപ്രായ പ്രകാരം നേരെ അങ്ങോട്ട് പോകണം, പാകിസ്ഥാനിൽ പോകണം. എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ, എങ്കിലും ബോധം വിവരമില്ലാതെ മൂന്നെണ്ണത്തിനെ ജയിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ നിയമസഭ മുഴുവൻ യുവന്മാരാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ ചുമ്മാ ആലോചിച്ച് നോക്കിയേ. ആ തിരുവനന്തപുരം എന്നെ കിട്ടിയിട്ട്, നഗരസഭ എന്നെ കിട്ടിയിട്ട് ഇപ്പോൾ അവിടെ നാട്ടുകാർക്ക് നേരം പോലെ നാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. അത്രയ്ക്ക് വേസ്റ്റ് കൂമ്പാരങ്ങളാ. നമുക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ കേട്ടാൽ മതി. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.